നോമ്പ് ചിന്ത 13-ാം ദിനം. ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഫാദർ ഡോക്ടർ ജോസഫ് വലിയ വീട്ടിൽ, കൃപാസനം. അനുതാപത്തിൽ ദൈവത്തിൻ്റെ റോൾ. നോമ്പുകാലത്തിൻ്റെ പ്രധാന ധ്യാന വിഷയമാണ് അനുതാപം. അനുതാപത്തോട് ചേർന്നാണ് ചിലപ്പോൾ ബൈബിൾ അനുഗ്രഹങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് യേശയ്യായുടെ വെളിപാടുകളിൽ. അനുസരിച്ചാൽ അഥവാ അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. യേശയ്യായുടെ പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യം. പലപ്പോഴും നോമ്പുകാലം അനുഗ്രഹത്തിൻ്റെ കാലമാകുന്നതും ഈ അർത്ഥത്തിലാണ്. പക്ഷേ ഈ അനുഗ്രഹത്തിൻ്റെ കാര്യത്തിൽ തന്നെ നമ്മൾ ചിലപ്പോൾ പിന്നിലായി പോകാറുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 33-ാം അധ്യായം 16 മുതൽ 17 വരെ വാക്യങ്ങളിൽ ദൈവകൃപയിൽ പിന്നിലായിപ്പോയ ഒരു വ്യക്തിയുടെ ആധ്യാത്മിക അനുഭവങ്ങളാണ് അനാവരണം ചെയ്യുന്നത്. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാ പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്ക് നിറച്ചു എന്നാണ് ഈ ദൈവവചനം. അനുതാപത്തിനും ഈ ഒരു അനുഭവമുണ്ട്. ഇന്ത്യൻ തത്വശാസ്ത്രത്തിൽ മർക്കടനായം, മാർജാരനായം എന്നിങ്ങനെ 2 ആധ്യാത്മിക പരിചരണ രീതികളുണ്ട്. മർക്കടൻ അല്ലെങ്കിൽ കുരങ്ങ് തൻ്റെ കുഞ്ഞിനെ മരക്കൊമ്പത്തേക്ക് വഹിച്ചുകൊണ്ടു പോകുന്നത് മുതുകത്ത് വച്ചുകൊണ്ടാണ്. തള്ളക്കുരങ്ങ് മുകളിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പിടിവിട്ടു പോകാതിരിക്കാൻ കുട്ടിക്കുരങ്ങ് തള്ളക്കുരങ്ങിൻ്റെ മുതുകത്ത് അള്ളിപ്പിടിച്ചിരിക്കണം. ഇവിടുത്തെ പ്രധാനപ്പെട്ട റോൾ കുട്ടിക്കുരങ്ങിൻ്റേതാണ്. മാർജാരനായത്തിൽ അങ്ങനെയല്ല. തള്ളപ്പൂച്ച മച്ചുംപുറത്തേക്ക് കുഞ്ഞിനെയും കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ അത് കടിച്ചു പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ കുഞ്ഞുപൂച്ചയുടെ കയറ്റങ്ങളിലെല്ലാം അതിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അമ്മപ്പൂച്ചയ്ക്കാണ് റോൾ നിർവഹിക്കുവാനുള്ളത്. ഇതുപോലെ അനുതാപത്തിലും ദൈവത്തിൻ്റെ റോളുണ്ട്. ദൈവം വിചാരിച്ചാൽ നമുക്ക് അനുതാപം നൽകാൻ കഴിയും. നമ്മൾ വചനം കേട്ട് അനുതപിക്കുമ്പോൾ അതിൽ നമുക്കൊരു റോൾ ഉള്ളതുപോലെ നമുക്ക് അനുതാപം ലഭിക്കാത്ത അവസരവും ഉണ്ടാകാം. ഈ അവസ്ഥയിൽ നമുക്ക് അനുതാപം നൽകാൻ ദൈവത്തിന് കഴിയും. ഇതൊരു അപ്പസ്തോലകാല ആത്മീയ അനുഭവമാണ്. അതാണ് നടപടി പുസ്തകം 11-ാം അധ്യായം 18-ൽ എഴുതിയിരിക്കുന്നത്. വിജാതീയർക്ക് ദൈവം ജീവപ്രാപ്തിക്കുള്ള അനുതാപം നൽകി. ഇവിടെ ദൈവമാണ് അനുതാപം നൽകുന്നത്. അനുതാപത്തിൻ്റെ കൂടെ ജീവപ്രാപ്തി അഥവാ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്ന അനുതാപം എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. നമ്മൾ അനുതാപത്തിന് വേണ്ടി ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി ബോധപൂർവമായ ഒരു പരുവപ്പെടൽ ആവശ്യമാണെന്ന് മാത്രം. അപ്പോൾ ദൈവം നമുക്ക് അനുതാപം നൽകി ഈ നോമ്പുകാലം ആത്മീയ വസന്തകാലമാക്കും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 19-ൽ അവിടുന്ന് പാപത്തെക്കുറിച്ച് അവർക്ക് അനുതാപം നൽകിയെന്ന് പറയുന്നതും ഈ അർത്ഥത്തിൽ തന്നെയാണ്. പ്രാർത്ഥനാ ജീവിതത്തിലൂടെയും പരസ്നേഹ പ്രവൃത്തികൾ ത്വരിതപ്പെടുത്തിയും ദൈവം നൽകുന്ന അനുതാപത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം.